ഹലോ, നമസ്കാരം. നമ്മുടെ ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒന്നാമത്തെ മോക്ക് ടെസ്റ്റിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഹാർട്ട് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആയിരുന്നു നമ്മുടെ ടോപ്പിക്ക്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതായിരുന്നു: ECG, എ ടെക്നീക് ടു അനലൈസ് ഇലക്ട്രിക്കൽ സിഗ്നൽ ചേഞ്ചസ് ഓഫ് അവർ ഹാർട്ട്, വാസ് ഡിസ്കവേർഡ് ബൈ ഹൂം എന്നായിരുന്നു ചോദ്യം. എല്ലാവരും ശരി ഉത്തരം എഴുതിയ ഒരു ഉത്തരമാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, വില്യം ഐൻതോവൻ ആണ്. അപ്പൊ പക്ഷേ ഇതിന്റെ മറ്റു ചില ഓപ്ഷനുകളും കൂടെ നിങ്ങൾ ഒന്ന് പരിശോധിക്കുക. വില്യം ഹാർവേ എന്ന് പറയുന്നത് ആരായിരുന്നു? അദ്ദേഹമാണ് ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത്. ഹാൻസ്ബർഗർ ആരായിരുന്നു? ഹാൻസ്ബർഗർ ആണ് നമ്മുടെ EEG എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നറിയപ്പെടുന്ന ടെക്നോളജി കണ്ടുപിടിക്കുന്നത്. ഫ്രെഡറിക് മീഷർ, ഇദ്ദേഹമാണ് ന്യൂക്ലിയിക് ആസിഡ്സിനെ കണ്ടെത്തുന്നത്. DNA, RNA തുടങ്ങിയ ന്യൂക്ലിയിക് ആസിഡ്സ് എന്ന് പറയുന്ന സംഗതികളെ കണ്ടെത്തുന്ന വ്യക്തിയാണ് ഫ്രെഡറിക് മീഷർ. അപ്പൊ നിങ്ങൾ ഇവിടെ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയ ഉത്തരം തന്നെയാണ് നമ്മുടെ വില്യം ഐൻതോവൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: നെയിം ദ വെയിൻ വിച്ച് ക്യാരീസ് പ്യുവർ ബ്ലഡ് ഇൻ അവർ ബോഡി. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുവിധം എല്ലാവരും എഴുതിയ ഒരു ഉത്തരമാണ്. ഏത് വെയിനാണ് പ്യുവർ ബ്ലഡ് കൊണ്ടുപോകുന്നത്? അത് നമ്മുടെ പൾമനറി വെയിൻ ആണ്. ബാക്കിയുള്ള വെയിനുകളെല്ലാം ഇംപ്യൂർ ബ്ലഡിനെ കൊണ്ടുപോകുമ്പോൾ പൾമിനറി വെയിൻ മാത്രമാണ് പ്യുവർ ബ്ലഡിനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ചിലർ ഇതിൽ അയോർട്ട എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്യുവർ എന്നുള്ളൊരു വാക്ക് കണ്ടതുകൊണ്ടായിരിക്കാം എല്ലാവരും അയോർട്ട എഴുതിയത്. പക്ഷെ ശ്രദ്ധിക്കുക, നെയിം ദ വെയിൻ എന്നായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പൾമനറി വെയിൻ തന്നെയാണ്. അപ്പോ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. ദി അതർ നെയിം ഓഫ് മിട്രൽ വാൽവ്. ഇത് ഒരുപാട് പേര് തെറ്റിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, മിട്രൽ വാൽവിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ബൈകസ്പിഡ് വാൽവ് ആണ്. ബൈകസ്പിഡ് വാൽവ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. നമ്മുടെ ഇടത്തെ ഏട്രിയത്തിന്റെയും ഇടത്തെ വെൻട്രിക്കിളിന്റെയും ഇടയിലിരിക്കുന്ന ബൈകസ്പിഡ്, രണ്ട് ലോബുകളുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. അതിന്റെ മറ്റൊരു പേരാണ് മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. അടുത്തത് എനിക്ക് തോന്നുന്നു എഴുതിയതിൽ ഒരു 90% ആളുകളും തെറ്റിച്ചൊരു ചോദ്യമാണ്. നമ്പർ ഓഫ് ഹാർട്ട് ചേംബേഴ്സ് ഇൻ കോക്രോച്ചസ്. ഇത് ഒരു GK ലെവൽ ചോദ്യം കൂടിയാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 13 ആണ്. കുറെ പേര് 10 എഴുതിയവരുണ്ട്, 16 എഴുതിയവരുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോളുക, 13 ചേംബറുകളാണ് നമ്മുടെ നിസാരനായിട്ട് നമ്മൾ കരുതുന്ന പാറ്റ അല്ലെങ്കിൽ കോക്രോച്ചിനുള്ളത് എന്നുള്ളത്. അപ്പോ കോക്രോച്ചിന്റെ ഹാർട്ടിന് എത്ര ചേംബർ ആണുള്ളത് എന്ന് ചോദിച്ചാൽ 13 ചേംബർ ആണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക, 13 ചേംബറുകൾ. അടുത്ത ചോദ്യം: അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദ റൈറ്റ് വെൻട്രിക്കിൾ വിൽ ബി ഡീലിംഗ് വിത്ത്. എപ്പോ ഏതൊരു സമയം എടുത്തു കഴിഞ്ഞാലും റൈറ്റ് വെൻട്രിക്കിളിൽ എന്ത് തരം ബ്ലഡ് ആണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാമല്ലോ, ലെഫ്റ്റ് സൈഡിൽ കൂടി പ്യുവർ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡും റൈറ്റ് സൈഡിൽ കൂടി ഡീഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, റൈറ്റ് വെൻട്രിക്കിൾ എന്ന് എടുത്ത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാലാമത്തെ ഓപ്ഷനായ ബ്ലഡ് വിത്ത് ഹയർ കാർബൺ മോണോക്സൈഡ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് എന്ന് കരുതി 1-2 പേരൊക്കെ അതിൽ ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് റൈറ്റ് വെൻട്രിക്കിൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത്. അടുത്ത നോക്കൂ. ദി എപ്പിക്കൽ ഹാർട്ട് ബീറ്റ് ഇൻ എ അഡൽട്ട് ഈസ് ബെസ്റ്റ് ഹേർഡ് അറ്റ് ദി ലെവൽ ഓഫ്. ഇത് വളരെ രസകരമായിട്ടൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ഹാർട്ടിന്റെ എപ്പെക്സ് എന്ന് പറയുന്ന ഭാഗം, ഹാർട്ടിന്റെ എപ്പെക്സ് എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? അതിന്റെ ഏറ്റവും ടിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം. നമുക്കൊന്ന് പരിശോധിക്കാം. ഹാർട്ടിന്റെ എപ്പെക്സ് എന്ന് പറയുന്നത് ഇപ്പോ ഇങ്ങനെ ഒരു ഹൃദയമാണ് എന്നിരിക്കട്ടെ. ആ ഹൃദയത്തിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗമാണ്. ഈ ഭാഗത്തെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് വിളിക്കുന്നത്. ഈ അപ്പെക്സിന്റെ മാക്സിമം ഹാർട്ട് ബീറ്റ് എവിടെ, ഏത് ഭാഗത്താണ് കേൾക്കുന്നത് എന്നാണ് ചോദ്യം. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിനെ ക്രോസ് ചെയ്താണ് നമ്മുടെ റിബ് കേജസ് ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ സ്റ്റേർണം ഇരിപ്പുണ്ട്, അതിനെ ക്രോസ് ചെയ്താണ് നമ്മുടെ റിബ് കേജ് ഇരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ റിബ് കേജ്, 2, 3, 4 എങ്ങനെയാണ് നമ്മുടെ റിബ് കേജുകൾ പോകുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ പരിശോധിക്കുക, നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് റിബ്സിലായിരുന്നു ഇതിന്റെ ഇഫക്റ്റ് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഡയഫ്രം, ഫസ്റ്റ് റിബ്, 5th ഇന്റർകോസ്റ്റൽ സ്പേസ്, 7th ഇന്റർകോസ്റ്റൽ സ്പേസ്. ഒന്ന് പരിശോധിച്ചേ. ഇത് ഒന്നാമത്തെ സ്പേസ്, ഇത് രണ്ടാമത്തെ സ്പേസ്, ഇത് മൂന്നാമത്തെ സ്പേസ്, ഇത് നാലാമത്തെ സ്പേസ്, ഇത് അഞ്ചാമത്തെ സ്പേസ്. സുഹൃത്തുക്കളെ, അതായത് നമ്മുടെ അഞ്ചാമത്തെ നമ്മുടെ ഇന്റർകോസ്റ്റൽ സ്പേസ്, ഈ ഒരു സ്പേസിനെയാണ് ഇന്റർകോസ്റ്റൽ സ്പേസ് എന്ന് വിളിക്കുന്നത്, റിബ് കേജിന്റെ ഇടയിലുള്ള സ്പേസ്. ഇവിടെയാണ് നമ്മുടെ അഡൽട്സിന്റെ കേസിൽ
മാക്സിമം ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത്. അതേസമയം ക്വസ്റ്റ്യനിൽ ചിൽഡ്രൻ എന്നായിരുന്നു ചോദിച്ചത് എങ്കിൽ, ഇൻഫന്റ് എന്നായിരുന്നു ചോദിച്ചതെങ്കിൽ അതിന്റെ ഉത്തരം ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ആയി മാറിയേനെ. കാരണം കുട്ടികളുടെ ഒരു അവസ്ഥയിൽ ആ എപ്പെക്സ് എന്ന് പറഞ്ഞ ഭാഗം ഈ ഒരു ഏരിയയിലാണ് കാണപ്പെടുന്നത്. കുറച്ച് വലുതാവുമ്പോഴാണ് വാസ്തവത്തിൽ ആ എപ്പെക്സ് ഫിഫ്ത്ത് സ്പേസിലേക്ക് മാറുന്നത്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളുക. കുറച്ചു പേരൊക്കെ ഇതില് സെവൻത് ഇന്റർകോസ്റ്റൽ സ്പേസ് എന്ന് എഴുതിയിട്ടുണ്ട്, കുറച്ചു പേര് ഫസ്റ്റ് റിബ് എന്ന് എഴുതിയവരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് അത്യാവശ്യം ഒരു ഡെപ്ത് ചോദ്യമാണ്. ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ്. എയ്പിക്കൽ ഹാർട്ട് ബീറ്റ് ഇൻ അഡൽട്ട്. ചിൽഡ്രൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഫോർത്ത് ആയനെ, അഡൽട്ട് ആയതുകൊണ്ട് അത് ഫിഫ്ത്ത് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അടുത്തത് ഹാർട്ട് ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്ന ചോദ്യം. എല്ലാവരും എഴുതി ഉത്തരം എസ് എ നോഡാണ്. നമ്മുടെ പേസ് മേക്കർ എന്നറിയപ്പെടുന്ന സൈനോ ഏട്രിയൽ നോഡ് തന്നെയാണ് നമ്മുടെ ഹാർട്ട് ഓഫ് ഹാർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് എസ് എ നോഡ് തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. അടുത്തത്, ഇത് ഒരുപാട് പേര് തെറ്റിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ദ തിക്കസ്റ്റ് വാൾ? മിക്ക ആളുകളും എഴുതിയത് റൈറ്റ് വെൻട്രിക്കിൾ എന്നുള്ളതായിരുന്നു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചേംബറുകളിൽ ഏറ്റവും കൂടുതൽ തിക്കസ്റ്റ് അല്ലെങ്കിൽ തിക്കായിട്ടുള്ള വാൾ ഉള്ളത് ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളുക, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് ഏറ്റവും കൂടിയ തിക്നെസ് കാണപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്തു വെച്ചോളുക. ലെഫ്റ്റ് വെൻട്രിക്കിൾ, കാരണം ലെഫ്റ്റ് വെൻട്രിക്കിളിലെ കോൺട്രാക്ഷൻ ആണ് നമ്മുടെ അയോർട്ടയിലേക്ക് രക്തത്തെ എത്തിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ വോളുകൾക്കാണ് തിക്നെസ് കൂടുതൽ എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത്, ബണ്ടിൽ ഓഫ് ഹിസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. വാസ്തവത്തിൽ ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ ഒന്ന് രണ്ട് പേരൊക്കെ ഓപ്ഷൻ കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ട് തെറ്റിച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് ആയിക്കോട്ടെ, പർക്കിൻജെ ഫൈബേഴ്സ് ആയിക്കോട്ടെ, ദേ ആർ നോട്ട് നെർവസ് ടിഷ്യൂ, ദേ ആർ മസ്കുലാർ ടിഷ്യൂ. അപ്പോ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോ മസ്കുലാർ ടിഷ്യൂവിന്റെ രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത്. മസ്കുലാർ ടിഷ്യൂ സപ്ലൈ ടു ഹാർട്ട്, മസ്കുലാർ ടിഷ്യൂ സപ്ലൈ ടു വെൻട്രിക്കിൾസ്. സംശയം വരുന്നതാണ്. നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് പഠിച്ചപ്പോൾ എന്തായിരുന്നു? സിഗ്നലുകളെ വെൻട്രിക്കിൾസിന്റെ ഭാഗത്തേക്ക്, പർക്കിൻജെ ഫൈബറിലേക്ക് കൊടുത്ത ആളാണ് ബണ്ടിൽ ഓഫ് ഹിസ്. അപ്പോ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ സപ്ലൈഡ് ടു വെൻട്രിക്കിൾസ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. മസ്കുലാർ ടിഷ്യൂ സപ്ലൈഡ് ടു വെൻട്രിക്കിൾസ്, സപ്ലൈ ടു ഹാർട്ട് അല്ല, ഓർത്തു വെച്ചേക്കുക. അടുത്തത്, ബ്ലഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഹാർട്ട് ബിക്കോസ് ഓഫ് മസിൽസ് ഓഫ്. ഇതും കുറച്ചു പേർക്ക് സംശയമുള്ള ഒരു സെഗ്മെന്റ് ആയിരുന്നു. നമ്മുടെ ഹാർട്ടിലേക്ക് രക്തം ഒഴുകി എത്തുന്നതിന്റെ കാരണം എന്താണ്? അത് ഏട്രിയ റിലാക്സ് ചെയ്യുമ്പോൾ മാത്രമേ രക്തത്തിന് ഒഴുകി എത്താൻ പറ്റൂ കേട്ടോ. ഏട്രിയ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതെന്തായാലും നടക്കില്ല. വെൻട്രിക്കിൾസും അതിന്റെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ നമ്മൾ അവിടെ നോക്കുന്നതേ ഇല്ല. കാരണം ഏട്രിയയിലേക്കാണ് രക്തം ഒഴുകി എത്തുന്നത്. അങ്ങനെ എത്തണമെങ്കിൽ ഏട്രിയ റിലാക്സ് ചെയ്തിരുന്നേ പറ്റൂ. ഇപ്പൊ ഏട്രിയയിലേക്ക് രക്തം വരുമ്പോൾ ഏട്രിയ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണെങ്കിലോ പ്രഷർ കൂടുതൽ കാരണം രക്തത്തിനകത്തേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏട്രിയ റിലാക്സ് ചെയ്യുമ്പോൾ മാത്രമേ ബ്ലഡിന് ഹാർട്ടിലേക്ക് എൻറ്റർ ചെയ്യാൻ കഴിയൂ. അടുത്തത്, ദ കാർഡിയാക് മസിൽ ഓഫ് ദ ഹാർട്ട് ഇസ്. ഇതെല്ലാവരും എഴുതിയ ഉത്തരമാണ്. കാർഡിയാക് മസിൽ എന്നറിയപ്പെടുന്ന ഹാർട്ടിലെ ലെയർ ആണ് അവിടെ ചോദിച്ചിരിക്കുന്ന മയോകാർഡിയം. നമ്മുടെ ഹാർട്ടിന് തന്നെ 3 ലെയർ ഉണ്ട്. എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന പെരികാർഡിയം, അല്ലെങ്കിൽ നമ്മുടെ എപ്പികാർഡിയം. പെരികാർഡിയം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. അത് അഡീഷണൽ ആയിട്ട് വരുന്ന എല്ലാത്തിന്റെ മുകളിൽ കൂടെ വരുന്ന ഒന്നാണ്. ഏറ്റവും മുകളിൽ കാണുന്നത് എപ്പികാർഡിയം, നടുക്ക് കാണുന്നത് മയോകാർഡിയം, ഏറ്റവും ഉള്ളിൽ കാണുന്നത് എൻഡോകാർഡിയം ആണ്. അപ്പൊ അതിലെ മസ്കുലാർ കണ്ടന്റ് എന്ന് പറയുന്നത് മയോകാർഡിയം തന്നെയാണ്, ഒരു സംശയമില്ല. എല്ലാവരും അത്യാവശ്യം കറക്റ്റായിട്ട് എഴുതിയ ഒരു ചോദ്യമാണ്. അടുത്തത്, ദ ബ്രെയിൻ കൺട്രോൾസ് ദ ഹാർട്ട് റേറ്റ് ബൈ സെൻഡിങ് ന്യൂറൽ മെസ്സേജസ് ടു ദി സൈനോ ഏട്രിയൽ നോഡ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഉദ്ദേശിക്കുന്നത് സൈനോ ഏട്രിയൽ നോഡ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് വേർ എന്നാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്രെയിൻ കൺട്രോൾസ് ഹാർട്ട് റേറ്റ് എന്നൊക്കെ ഉള്ള വാക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, സൈനോ ഏട്രിയൽ നോഡിന്റെ ലൊക്കേഷൻ എവിടെയാണ്? എല്ലാവരും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, റൈറ്റ് ഏട്രിയം. ദി ഇലക്ട്രോ കാർഡിയോഗ്രാം ഇസ് എ ടെസ്റ്റ് ബൈ വിച്ച് ഇറ്റ് ഈസ് പോസിബിൾ. ഇത് ഒരുപാട് പേര് തെറ്റിച്ചെന്ന. കാൽക്കുലേറ്റ് ദ ഹാർട്ട് റേറ്റ് പെർ മിനിറ്റ്, ഡിറ്റക്ട് സം അബ്നോർമാലിറ്റീസ് ഇൻ ദ ഹാർട്ട്, മെഷർ ദ ടൈം ഓഫ് ഈച്ച് പാർട്ട് ഓഫ് കണ്ടക്ഷൻ സൈക്കിൾ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ്. ഇതിലെ ചിലർക്ക് സംശയമുണ്ട്, രണ്ടാമത്തെ ഓപ്ഷൻ ആണോ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഓൾ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ ഉത്തരം. നമ്മുടെ ECG ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിന്റെ ബീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹാർട്ടിലെ അബ്നോർമാലിറ്റീസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കണ്ടക്ഷൻ സൈക്കിളിലുള്ള വേരിയേഷനുകൾ, അതിന്റെ ടൈം, ഇതൊക്കെ ECG എന്ന് പറയുന്ന ആ ഒരു ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓൾ ഓഫ് ദീസ് ആണ്. അടുത്തത്, ഡ്യൂറിങ് സിസ്റ്റോൾ ദ വെൻട്രിക്കിൾസ് കോൺട്രാക്ട്, ദിസ് കോസസ്. ഇത് ഒരുപാട് പേര് തെറ്റിച്ച ഒരു ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ്.
സിസ്റ്റോൾ സമയത്ത് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും എന്ന് നമുക്കറിയാം അല്ലെ. വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ രക്തം കയറേണ്ടത് നമ്മുടെ അയോർട്ടയിലേക്കും പൾമിനറി വെയിനിലേക്കുമാണ്, അല്ലെങ്കിൽ പൾമിനറി ആർട്ടറിയിലേക്കുമാണ്. പക്ഷേ ആ സമയത്ത് ഒരിക്കലും സെമി ലൂണാർ വാൽസ് അല്ലെങ്കിൽ അടഞ്ഞിരിക്കാൻ പാടില്ല. കാരണം ആ ട്യൂബിനകത്തേക്ക് കയറണമെങ്കിൽ സെമി ലൂണാർ വാൽസ് തുറക്കണം. അതേസമയം ഈ കോൺട്രാക്ഷൻ സമയത്ത് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് അടയുകയും വേണം, ഇല്ലെങ്കിൽ ആ രക്തം ഏട്രിയയുടെ അകത്തേക്ക് കയറി പോകും. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ്? ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് ടു ക്ലോസ് ആൻഡ് സെമി ലൂണാർ വാൽവ്സ് ടു ഓപ്പൺ. പക്ഷെ ഒരുപാട് പേര് ഓപ്ഷൻ 4 എഴുതി വെച്ചു. അത് തിരിഞ്ഞു പോയതായിരിക്കാം, പെട്ടെന്ന് എഴുതിയത് അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ തിരിഞ്ഞു പോയതായിരിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, സിമ്പിൾ ചോദ്യങ്ങൾ പോലും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആകുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോളുക. അടുത്തത്, ഇത് ഒരുപാട് പേര് തെറ്റിച്ചതാണ്. വളരെ ഒന്നോ രണ്ടോ പേരാണ് ഇത് കൃത്യമായിട്ട് എഴുതിയത്. ദ പ്രഷർ ദ വെൻട്രിക്കിൾ മസ്റ്റ് ജനറേറ്റ് ടു ഓവർകം ദി ഹയർ പ്രഷർ ഇൻ ദി അയോർട്ട റെഫേഴ്സ് ടു ഡാഷ് എന്നാണ് ചോദ്യം. അയോർട്ടയുടെ പ്രഷറിനെ ഓവർകം ചെയ്ത് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്ന ആ ഒരു പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന പേര് ആഫ്റ്റർ ലോഡ് എന്നാണ്. സുഹൃത്തുക്കളെ, ആഫ്റ്റർ ലോഡ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. എന്താണ് ഈ ആഫ്റ്റർ ലോഡ്? അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു വെൻട്രിക്കിൾ ഒരു ഹാർട്ട് ബീറ്റിന്റെ സമയത്ത് എത്ര ബ്ലഡിനെ പുറത്തേക്ക് വിടുന്നു, അതായത് പെർ സ്ട്രോക്ക്, അതായത് ഒരു തവണ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ബ്ലഡ് ഒരു വെൻട്രിക്കിളിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ സ്ട്രോക്ക് വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചു വെച്ചോളുക. 70 മില്ലി ലിറ്റർ പെർ ബീറ്റ് ആണ്. 70 മില്ലി ലിറ്റർ പെർ ബീറ്റ് ആണ്. അത് പെർ വെൻട്രിക്കിളും കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഒരു വെൻട്രിക്കിളിൽ എത്ര മില്ലി ലിറ്റർ പുറത്തേക്ക് വിടുന്നു ഒരു ബീറ്റിന്റെ സമയത്ത്, അതിനെയാണ് നമ്മൾ ഈ പറയുന്ന സ്ട്രോക്ക് വോളിയം ആയിട്ട് പറയുന്നത്. എന്നാൽ ഒരു മിനിറ്റിൽ ഈ വെൻട്രിക്കിൾ എത്ര പുറത്തേക്ക് വിടുന്നു അതിനെയാണ് നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ട് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഒരു മിനിറ്റിൽ എത്ര രക്തത്തെ ഈ വെൻട്രിക്കിൾ പുറത്തേക്ക് വിടുന്നു. അപ്പോ ഒരു ബീറ്റിൽ 70 ആണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 70 ഇൻറ്റു ഒരു മിനിറ്റിൽ എത്ര ബീറ്റാ ഉള്ളത്? 72 ബീറ്റ് ആണ് അല്ലെ. ഒരു ബീറ്റിൽ 70 ആയിരുന്നു സ്ട്രോക്ക് വോളിയം. അങ്ങനെയെങ്കിൽ ഒരു മിനിറ്റിൽ, അതായത് 72 ബീറ്റിൽ എത്ര രക്തത്തെ പുറത്തേക്ക് വിടും? ഇത് അപ്രോക്സിമേറ്റ്ലി 5 ലിറ്റർ പെർ മിനിറ്റ് ആണ് എന്നുള്ളതും നിങ്ങൾ പഠിച്ചു വെച്ചോളുക. അപ്പൊ ഈ വാല്യൂസ് വേണമെങ്കിലും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്ട്രോക്ക് വോളിയവും കാർഡിയാക് ഔട്ട്പുട്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ഒരു വെൻട്രിക്കിൾ ഒരു ബീറ്റിന്റെ സമയത്ത് പുറത്തേക്ക് വിടുന്ന രക്തം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു വെൻട്രിക്കിൾ ഒരു മിനിറ്റിൽ എത്ര രക്തം പുറത്തേക്ക് വിടുന്നു. അപ്പോൾ മിനിറ്റും ബീറ്റും, അതാണ് ഇവര് രണ്ടുപേരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ കോൺട്രാക്ടിലിറ്റി, അത് വെറുതെ കൊടുത്തിരിക്കുന്നതാണ്. ആ ഹാർട്ടിന്റെ മസിൽ കോൺട്രാക്ടിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഉത്തരങ്ങളിലേക്ക് വരാം. പ്രീ ലോഡും ആഫ്റ്റർ ലോഡും ഇതെന്താണ് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. പ്രീ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെൻട്രിക്കിൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെൻട്രിക്കിൾ എന്ന് പറയുന്ന മസിൽസ്, വെൻട്രിക്കിളിന്റെ മസിൽസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പ്രഷറിനെ സൂചിപ്പിക്കുന്നതാണ് പ്രീ ലോഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു ബലൂണിലേക്ക് ഊതാൻ പോവുകയാണ് അല്ലെ. നമ്മൾ ആദ്യം എയർ ഇങ്ങനെ അകത്തേക്ക് പിടിക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകും. ആ എക്സ്പാൻഷൻ പ്രഷറാണ്. അതുപോലെ നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാകുന്ന വെൻട്രിക്കിൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെ വെൻട്രിക്കുലാർ വോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഉള്ള ലോഡാണ്, പ്രഷറാണ് പ്രീ ലോഡ് എന്ന് പറയുന്നത്. അതേസമയം ആഫ്റ്റർ ലോഡ് എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ആ ബലൂണിലേക്ക് ഊതുന്നു, എത്ര പ്രഷർ കൊടുത്താൽ ആ എയർ ബലൂണിന്റെ അകത്തേക്ക് കയറുന്നു, എത്ര പ്രഷർ വേണം നമ്മുടെ വെൻട്രിക്കിളിന് രക്തത്തെ ട്യൂബുകളിലേക്ക് കയറ്റാൻ, അതിനെയാണ് നമ്മൾ ആഫ്റ്റർ ലോഡ് എന്ന് പറയുന്നത്. വെൻട്രിക്കിൾ ലോഡ് ആയതിനു ശേഷം എത്ര പ്രഷർ വേണം അതിനെ പുറത്തേക്ക് വിടാൻ, ഇതാണ് ആഫ്റ്റർ ലോഡ്. വെൻട്രിക്കിൾ ലോഡ് ചെയ്യാൻ വേണ്ടി എത്ര പ്രഷറിൽ മസിൽസ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണം, അതാണ് പ്രീ ലോഡ്. ലോഡ് ആകുന്നതിന് മുൻപും ലോഡ് ആയതിനു ശേഷവും. അതേ ചോദ്യത്തെ തന്നെയാണ് ഇവിടെ മോഡിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ദ പ്രഷർ വെൻട്രിക്കിൾ മസ്റ്റ് ജനറേറ്റ് ഓവർകം ഹയർ പ്രഷർ ഇൻ ദി അയോർട്ട. അയോർട്ടയുടെ പ്രഷറിനെ ഓവർകം ചെയ്യുന്ന പ്രഷർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ആഫ്റ്റർ ലോഡ് തന്നെയാണ്. അയോർട്ടയുടെ പ്രഷറിനെ ഓവർകം ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ
അത് ആഫ്റ്റർ ലോഡ് ആണ്. ആ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ വെൻട്രിക്കിളിൽ നിന്നും രക്തം പുറത്തേക്ക് പോകൂ. അയോർട്ടയേക്കാൾ ചെറിയ കോൺട്രാക്ഷനെ വെൻട്രിക്കിൾ ഉള്ളൂ എങ്കിൽ ഒരു കാരണവശാലും രക്തം വെൻട്രിക്കിളിന് പുറത്തേക്ക് പോകുന്നില്ല. അപ്പോ രക്തം വെൻട്രിക്കിളിലേക്ക് വരുന്നതിന് മുൻപ് വെൻട്രിക്കിൾ വികസിക്കുമ്പോഴുള്ള പ്രഷറാണ് പ്രീലോഡ്. രക്തത്തെ പുറത്തേക്ക് വിടാൻ വേണ്ടി വെൻട്രിക്കിള് ഓവർകം ചെയ്യേണ്ടുന്ന പ്രഷറാണ് ആഫ്റ്റർ ലോഡ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ആഫ്റ്റർ ലോഡ് ആണ്. അപ്പൊ ഇത് കുറച്ച് പേര് ഒരുപാട് പേര് തെറ്റിച്ച് 1-2 പേര് മാത്രമേ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ. അടുത്ത ചോദ്യം, ദ ലെയർ ഓഫ് ഹാർട്ട് റെസ്പോൺസിബിൾ ഫോർ കോൺട്രാക്ഷൻ ഇസ്. ദ ലെയർ ഓഫ് ഹാർട്ട് റെസ്പോൺസിബിൾ ഫോർ കോൺട്രാക്ഷൻ ഇസ്. എന്തായിരുന്നു? നമ്മുടെ ഹാർട്ടിലെ കോൺട്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അതിന്റെ മസിൽസ് തന്നെയാണ്. അപ്പൊ അവിടുത്തെ ഉത്തരം മയോകാർഡിയം തന്നെയാണ്. മയോകാർഡിയം ആണല്ലോ അവിടുത്തെ മസിൽ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ മയോകാർഡിയം ആണ് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കൂ. വാട്ട്സ് ആൻ ഇമ്പോർട്ടന്റ് ടീച്ചിങ് പോയിന്റ് ഫോർ ദി പേഷ്യന്റ് റിസീവിംഗ് എ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്. ഇത് ഒരുപാട് പേര് തെറ്റിച്ചു. He'll need to stay indoors during the winter months. He'll need to take immunosuppressants for at least 6 months following surgery. He'll be at risk for life-threatening infections because of the medications he'll be taking. After 6 weeks, he'll no longer be at risk for rejection. ഒരുപാട് പേര് എഴുതിയ ഉത്തരം നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് he'll be at risk for life-threatening infections because of the medications he will be taking. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരാൾ മാത്രമേ നമ്മുടെ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ളൂ ഇതിന്റെ കറക്റ്റ് ഉത്തരം. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടീച്ചിങ്, അതായത് നമ്മുടെ ഒരു പേഷ്യന്റിന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യന്റ് അറിയേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അയാൾക്ക് എപ്പോഴും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ലൈഫ് ലോങ് ഈ മനുഷ്യൻ ഇമ്മ്യൂണോ സപ്രസൻസ് ഡ്രഗ് എടുക്കേണ്ടി വരും. കാരണം എന്താ? ആ ഹാർട്ടിനെ റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറച്ച് പിടിക്കേണ്ടി വരും ജീവിതാവസാനം വരെ. ചില ആർട്ടിക്കിളിൽ 6 മാസം വരെ എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ അത് ആക്യുറേറ്റ് അല്ല. ഇപ്പോൾ അതിന്റെ പുതിയ റിസർച്ച് ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. അതിനേക്കാൾ ആക്യുറസി എന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക, ലൈഫ് ലോങ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിങ്ങളെ പ്രതിരോധ ശേഷിയെ സപ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അത് ഓർത്തു വെക്കുക. ഈ ഇമ്മ്യൂണോ സപ്രസൻസ് ഡ്രഗ്സ് പൊതുവെ ലൈഫ് ലോങ് എടുക്കേണ്ടുന്ന ഡ്രഗ്സ് ആണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, when oxygen rich blood leaves the lungs for the heart, it enters the heart through the pulmonary vein into. അപ്പോ ഈ ബ്ലഡ് നമ്മുടെ പൾമനറി വെയിനിൽ നിന്നും ഹാർട്ടിൽ ഏത് ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ആ ഓക്സിജൻ റിച്ച് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കാര്യം. അപ്പൊ ഇറ്റ് എൻറ്റേഴ്സ് ദ ഹാർട്ട് ത്രൂ പൾമനറി വെയിൻ. പൾമനറി വെയിൻ വന്ന് ഹാർട്ടിൽ ജോയിൻ ചെയ്യുന്ന ഭാഗം ഏതാണ്? നമ്മളത് വ്യക്തമായിട്ട് പഠിച്ചതാണ്. പൾമനറി വെയിൻ വന്ന് ജോയിൻ ചെയ്യുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയം. പൾമനറി വെയിൻ വന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലാണ് ലങ്സിൽ നിന്ന് വരുന്നത്, നമുക്കറിയാം. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഇൻകറക്റ്റ്? ഒരുപാട് പേര് തെറ്റിച്ചു. അത് തെറ്റിക്കാൻ വേണ്ടിയിട്ടൊരു ചോദ്യമാണ്. കാരണം മിക്ക ആളുകളും ഇതിലെ സ്റ്റേറ്റ്മെന്റിലെ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? വെയിൻസ് ക്യാരി ബ്ലഡ് ഇൻ ടു ഹാർട്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വാൾസ് ഓഫ് വെയിൻസ് ആർ തിൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. there are no valves in arteries. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വാൽവ്സ്, ആർട്ടറീസിൽ വാൽവ്സ് ഇല്ല. പക്ഷേ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ദ വാൾസ് ഓഫ് കാപ്പിലറീസ് ആർ തിക്ക്. തിക്ക് ആകാൻ ഒരു സാധ്യതയില്ല. കാരണം കാപ്പിലറീസിലാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇറ്റ് ഷുഡ് ബി തിൻ. അപ്പോ ദ വാൾസ് ഓഫ് കാപ്പിലറീസ് ആർ തിക്ക് എന്ന് പറയുന്ന ഈ ഉത്തരമാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒരുപാട് പേര് എഴുതിയത് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു. കാരണം നമ്മുടെ ആർട്ടറീസിൽ വാൽവുകൾ ഉണ്ട് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, വെയിൻസിൽ മാത്രമേ വാൽവ് ഉള്ളൂ, ആർട്ടറീസിൽ വാൽവ് ഇല്ല. there is actually no need for valves in arteries since arterial circulation is having high pressure. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഫുൾ പ്രഷറും ആർട്ടറീസിൽ വന്ന് പതിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ബാക്ക് ഫ്ലോ ഉണ്ടാകില്ല. അത്രയും പ്രഷറിലാണ് വരുന്നത്, അവർക്ക് ആർട്ടറീസിന് ആവശ്യമില്ല. പക്ഷെ വെയിൻസിൽ എത്തുമ്പോൾ ദ പ്രഷർ വിൽ ഡിക്രീസ് ആൻഡ് ദേ റിക്വയർ സം മെക്കാനിസം ടു പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ. അതുകൊണ്ട് അവർക്ക് വാൽവ്സ് വേണം. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വാൾസ് ഓഫ് കാപ്പിലറീസ് ആർ തിക്ക് എന്ന് പറയുന്നതാണ്. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കൂ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ദ ഹാർട്ട്? അത് അത്യാവശ്യം എല്ലാവരും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് രക്തത്തെ എങ്ങോട്ടേലും കൊണ്ടുപോകുന്ന ആളെന്ന് പറയുന്നത് അയോർട്ടയാണ്.
പൾമനറി വെയിൻ രക്തത്തെ കൊണ്ടുവരുന്നവനാണ്. വീനക്കാവ രക്തത്തെ കൊണ്ടുവരുന്നവനാണ്. കാപ്പിലറീസ് എന്ന് പറയുന്നത് വെയിൻസിന്റെയും ആർട്ടറീസിന്റെ ഇടയിലുള്ള ആളുകളാണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് അയോർട്ട. അടുത്തത് ചോദ്യം, വേർ ഇസ് ദ ഹാർട്ട് സ്പെസിഫിക്കലി ലൊക്കേറ്റഡ്? ഇത് ഒന്നോ രണ്ടോ പേര് മാത്രമേ നമ്മുടെ എക്സാമിന് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളൂ. ഇതിന്റെ ഉത്തരം മീഡിയ സ്റ്റൈനം എന്ന് പറയുന്ന ഭാഗം. ഒരുപാട് പേര് തൊറാസിക് ക്യാവിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ തൊറാസിക് ക്യാവിറ്റിയുടെ സെൻട്രൽ പോർഷൻ, തൊറാസിക് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് ഈ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ തൊറാസിക് ക്യാവിറ്റിയുടെ സെൻട്രൽ പോർഷനിലാണ് നമ്മുടെ ട്രക്കിയ, ഈസോഫാഗസിന്റെ കുറച്ച് ഭാഗം, പിന്നെ നമ്മുടെ തൈമസ് ഗ്രന്ഥി, അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ മീഡിയ സ്റ്റൈനം എന്ന് പറയുന്ന ഭാഗത്താണ് വാസ്തവത്തിൽ ഹാർട്ട് ഇരിക്കുന്നത്. തൊറാസിക് ക്യാവിറ്റി, മീഡിയ സ്റ്റൈനം ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എഴുതാവൂ. പ്ലൂറൽ ക്യാവിറ്റി എന്താണ്? നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിൽ നമ്മുടെ ലങ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ക്യാവിറ്റിയാണ് പ്ലൂറൽ ക്യാവിറ്റി. വെൻട്രൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മുൻവശത്തെ ആ ക്യാവിറ്റി, അവിടെ വരുന്ന ക്യാവിറ്റികളെല്ലാം, അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, ഇതിനെല്ലാം കൂടെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് വെൻട്രൽ ക്യാവിറ്റി. അപ്പോൾ ഹാർട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ മീഡിയ സ്റ്റൈനമാണ്, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, ബ്ലഡ് ഫ്രം ദി കാർഡിയാക് മസിൽ ഇറ്റ് സെൽഫ് ഡ്രെയിൻസ് ഇൻ ടു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ കാർഡിയാക് മസിലിലെ രക്തം എങ്ങോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്? നമ്മൾ ഹാർട്ട് പഠിക്കുമ്പോൾ മറ്റെല്ലാ ഭാഗത്തെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ കാർഡിയാക് മസിലിലെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടാണ് പോകുന്നത്? അതിന്റെ ഉത്തരമാണ് കൊറോണറി സൈനസ്. കുറച്ച് പേര് സുപ്പീരിയർ വീനക്കാവ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. സുപ്പീരിയർ വീനക്കാവയിൽ അല്ല. അത് അറിയാത്ത ഒരാൾ സ്വാഭാവികമായിട്ട് സുപ്പീരിയർ വീനക്കാവയായിരിക്കും എഴുതുന്നത്. പക്ഷെ അല്ല, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്ന് കയറുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് ഉണ്ട്. അതിനെയാണ് കൊറോണറി സൈനസ് എന്ന് പറയുന്നത്. കാർഡിയാക് മസിൽസിലെ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കുന്ന ട്യൂബിന്റെ പേരാണ് കൊറോണറി സൈനസ്. അതെപ്പോഴും നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, സുപ്പീരിയർ വീനക്കാവ എൻറ്റേഴ്സ് ദി ഡാഷ് എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ചോദ്യം. സുപ്പീരിയർ വീനക്കാവ എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? അത് റൈറ്റ് ഏട്രിയത്തിൽ തന്നെയാണ്, ഒരു സംശയവും വേണ്ട, റൈറ്റ് ഏട്രിയം. അടുത്ത ചോദ്യം, മിട്രൽ വാൽവ് പ്രോലാപ്സ് ഇസ് എ കണ്ടീഷൻ വിച്ച് കോസസ് ബ്ലഡ് ടു ബാക്ക് ഫ്ലോ ഇൻടു. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഒരുപാട് പേര് തെറ്റിച്ചു. മിട്രൽ വാൽവ് പ്രോലാപ്സ് എന്ന് പറഞ്ഞാൽ മിട്രൽ വാൽവിനെ ബാധിക്കുന്ന ഒരു മാൽ ഫംഗ്ഷനിങ് ആണ്. മിട്രൽ വാൽവ് എന്ന് പറഞ്ഞാൽ ബൈകസ്പിഡ് വാൽവ്, ഇടതുവശത്ത് കാണുന്ന ഏട്രിയത്തിന്റെ വെൻട്രിക്കിളിന്റെ ഇടയിലിരിക്കുന്ന വാൽവാണ്. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ രക്തം ബാക്ക് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഇടതുവശത്താണ്. ഏട്രിയത്തിന്റെ വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള വാൽവാണ്. ഇത് അടിച്ചു പോയാൽ രക്തം ബാക്ക് ഫ്ലോ ചെയ്യുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കല്ലേ? പക്ഷെ ഒരുപാട് പേര് തെറ്റിച്ചെഴുതി വെച്ചിരിക്കുന്നു. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ലെഫ്റ്റ് ഏട്രിയമാണ്. അതിലൊരു സംശയം വേണ്ട കേട്ടോ, ലെഫ്റ്റ് ഏട്രിയമാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, പൾമനറി സെമിലൂണാർ വാൽവ്സ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻടു. ഇത് അത്യാവശ്യം ഒരുവിധപ്പെട്ടവരൊക്കെ എഴുതിയിട്ടുണ്ട്, ചിലർ തെറ്റിച്ചു. പൾമനറി സെമിലൂണാർ വാൽവ്, അത് വലത്തെ വെൻട്രിക്കിളിൽ ആ പ്രദേശത്ത് കാണുന്ന ആ ട്യൂബിന്റെ അവിടെ കാണുന്ന ഒരു ഭാഗമാണ്. അപ്പോ ഈ പൾമനറി വാൽവിൽ അല്ലെങ്കിൽ പൾമനറി ആർട്ടറിയുടെ അവിടെ ഉള്ള ഒരു വാൽവാണ് ഈ പൾമനറി സെമിലൂണാർ വാൽവ്. അവിടെ നിന്നും രക്തം ബാക്ക് ഫ്ലോ ചെയ്താൽ തീർച്ചയായിട്ടും റൈറ്റ് വെൻട്രിക്കിളിലേക്കായിരിക്കും വരുന്നത്, അല്ലെ? അപ്പോ ദ പൾമനറി സെമിലൂണാർ വാൽവ് പ്രിവെന്റ്സ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻടു റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ ആണ് ഇവിടുത്തെ ആക്ച്വൽ ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻസ് ബ്ലഡ് വിത്ത് എ റിലേറ്റീവ്ലി ഹൈ ഓക്സിജൻ കണ്ടന്റ്? നമ്മുടെ താഴെ തന്നിരിക്കുന്ന ഏത് ചേംബറിലാണ് ഹൈ ഓക്സിജൻ കണ്ടന്റ് എപ്പോഴും കാണുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ലെഫ്റ്റ് റൈറ്റ് റൂൾ നമുക്കറിയാം. ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്, ധൈര്യമായിട്ട് അത് എഴുതാം. കാരണം എന്താ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ആയിരിക്കും ഹൈ ഓക്സിജൻ കണ്ടന്റ് ഉള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉള്ളത്. റൈറ്റ് വെൻട്രിക്കിളിൽ ഡിയോക്സിജനേറ്റഡ് ആണ്, റൈറ്റ് ഏട്രിയത്തിൽ ഡിയോക്സിജനേറ്റഡ് ആണ്, സുപ്പീരിയർ വീനക്കാവയിൽ ഡിയോക്സിജനേറ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കൂ, വിച്ച് ടേം ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ടിഷ്യൂ ഇൻ ദ ഹാർട്ട് ഹാസ് ഡൈഡ്? താഴെ തന്നിരിക്കുന്നവയിൽ നമ്മുടെ ഹൃദയത്തിലെ പേശികൾ ചത്തുപോയി എന്ന ഒരു അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണ്? ഇത് വളരെ കുറച്ച് പേരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളൂ. കൊറോണറി ത്രോംബോസിസ് ആണോ, ആൻജിന പെക്ടോറിസ് ആണോ, ഇസ്കീമിയ ആണോ, ഇൻഫാർക്ഷൻ ആണോ? ഇതിന്റെ ഉത്തരം ഇൻഫാർക്ഷൻ. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ നമ്മൾ വിളിക്കുന്നത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. മയോകാർഡിയത്തിൽ ചില ആളുകൾ ചത്തുപോകുന്നു. അപ്പൊ ഇൻഫാർക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് സെൽസ് എന്നാണ്. കൊറോണറി ത്രോംബോസിസ് നമ്മുടെ ഈ പറഞ്ഞ ആർട്ടറീസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന രക്തം കട്ട പിടിച്ചുള്ള ബ്ലോക്കുകളെയാണ് കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നത്. ആൻജിന പെക്ടോറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന, ചെസ്റ്റ് പെയിൻ എന്നുള്ള അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ഇടതുവശത്ത് കാണുന്ന വേദനയാണ് ആൻജിന പെക്ടോറിസ്.
ഇസ്കീമിയ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ബ്ലഡ് ഫ്ലോ, രക്തയോട്ടത്തിന്റെ അഭാവം, അതാണ് ഇസ്കീമിയ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇൻഫാർഷൻ ആണ്, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, which term refers to the severe chest pain evident during an attack of myocardial ischemia? സിവിയർ ചെസ്റ്റ് പെയിൻ എന്ന ഒരു വാക്കിന്റെ ഒരു സിനോണിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹൈപ്പോക്സിയ, ഇൻഫാർഷൻ, ആൻജിന, ഡയാഫോറസിസ്. അപ്പൊ വേദന എന്ന് പറയുമ്പോൾ തന്നെ ആൻജിനയാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ശരി ഉത്തരം ആൻജിന. ഹൈപ്പോക്സിയ നമുക്കറിയാം, ലാക്ക് ഓഫ് ഓക്സിജൻ. ഇൻഫാർഷൻ, ഡെത്ത് ഓഫ് സെൽസ്. ഡയാഫോറസിസ്, അമിതമായി വിയർക്കുന്ന ഒരു പ്രവണതയാണ് ഡയാഫോറസിസ്. അപ്പൊ ഇവിടുത്തെ വേദന എന്ന് സൂചിപ്പിക്കുന്ന ഉത്തരം ആൻജിനയാണ്. അടുത്തത്, when does blood flow into the coronary arteries? കൊറോണറി ആർട്ടറീസിലേക്ക് രക്തം പോകുന്നത് എപ്പോഴാണ്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഒരുപാട് പേര് തെറ്റിച്ച ഉത്തരമാണ്. കൊറോണറി ആർട്ടറീസ് ആർ ദോസ് ആർട്ടറീസ് വിച്ച് സപ്ലൈസ് ബ്ലഡ് ടു ദി കാർഡിയാക് മസിൽസ്. നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ഹൃദയത്തിലെ പേശികളിലേക്ക് തന്നെ കൊടുക്കുന്ന ആളാണ് കൊറോണറി ആർട്ടറി. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴായിരിക്കാം അവിടെ എത്തുന്നത്. അങ്ങനെയാണ് ഒരുപാട് പേര് എഴുതിയത്, പക്ഷെ അങ്ങനെ അല്ല. വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം ഹാർട്ട് ഇറ്റ്സെൽഫ് ഈസ് കോൺട്രാക്ടിങ്. ഹാർട്ടിന്റെ പുറത്ത് കാണുന്ന കൊറോണറി ആർട്ടറീസും കോൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അത് വളരെ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്, രക്തത്തിന് അപ്പോഴത്തേക്ക് ഒഴുകിയെത്താൻ കഴിയില്ല. പക്ഷേ ഈ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്ന സമയത്താണ് കൊറോണറി ആർട്ടറിയുടെ വക്കത്ത് വന്ന് നിൽക്കുന്ന ഈ രക്തം ഈ പറയുന്ന ആർട്ടറീസിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഡ്യൂറിങ് വെൻട്രിക്കിൾ റിലാക്സേഷൻ ആണ്. സാധാരണ നമ്മൾ വിചാരിക്കുന്നത് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് രക്തം പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അത് കൊറോണറി ആർട്ടറീസിൽ കയറണമെങ്കിൽ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്തേ പറ്റൂ. അത് അങ്ങനെ തന്നെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ട്യൂബിനകത്തേക്ക് കയറാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഡ്യൂറിങ് വെൻട്രിക്കിൾ റിലാക്സേഷൻ ദ ബ്ലഡ് ഫ്ലോസ് ഇൻ ടു കൊറോണറി ആർട്ടറീസ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത്, ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് റിസൾട്ട്സ് വെൻ. ആദ്യത്തെ ഹാർട്ട് സൗണ്ട് ലബ് ഡബ് എന്ന് പറയുന്ന സൗണ്ടിൽ ആദ്യത്തെ ലബ് സൗണ്ടിന്റെ കാരണം എന്ന് പറയുന്നത് AV വാൽവ്സ് ക്ലോസ്. ഒരാൾ മാത്രം ഇത് തെറ്റിച്ച് സെമിലൂണാർ വാൽവ്സ് എന്ന് എഴുതി, പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാവരും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ബൈകസ്പിഡ് ട്രൈകസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ ലബ് സൗണ്ട് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, ദി ഏട്രിയ വിൽ എംപ്റ്റി ഡ്യൂറിങ്. ഏട്രിയ എംപ്റ്റി ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്കറിയാം, വളരെ ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഏട്രിയ ചുരുങ്ങുന്ന സമയത്ത്, കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അപ്പോഴാണല്ലോ ഏട്രിയക്കകത്ത് ഫുൾ ബ്ലഡും വെൻട്രിക്കിളിലേക്ക് എത്തുന്നത്. അപ്പൊ ഏട്രിയ വിൽ എംപ്റ്റി ഡ്യൂറിങ് ഏട്രിയൽ സിസ്റ്റോൾ. പക്ഷെ ഇത് ഒരുപാട് പേര് തെറ്റിച്ച് എഴുതിയിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ മാറ്റി പഠിച്ചു വെക്കുക. അടുത്തത്, ഇൻ ആൻ ECG വേർ ഡസ് ദി ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ഒക്കർ. എല്ലാവരും കൃത്യമായിട്ട് എഴുതി P വേവ്. നമ്മുടെ ECGയുടെ വേവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ECGയുടെ വേവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വേവ് ആയിരുന്നു, അതിനുശേഷം ഇങ്ങനെയുള്ളൊരു വേവ് വന്നു, ഇങ്ങനെയുള്ളൊരു വേവ്, ഇങ്ങനെയായിരുന്നു നമ്മുടെ ECGയുടെ വേവ്. P വേവ്, QR, S വേവ്, T വേവ്. ഇതിലെ P വേവ് ആണ് ഏട്രിയൽ ഡീപോളറൈസേഷന്റെ സൂചന. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് P വേവ് തന്നെയാണ്, നമ്മൾ വ്യക്തമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. അടുത്തത്, which part of heart is usually damaged by scarlet fever or syphilis? സുഹൃത്തുക്കളെ, സ്കാർലറ്റ് ഫീവറും സിഫിലിസും കാരണം ഏത് ഭാഗത്തെ ലെയറിനാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാകുന്നത്? ഇത് എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രമേ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും തെറ്റിച്ച ഉത്തരമാണ്. ഇതിന്റെ ഉത്തരം എൻഡോകാർഡിയം. സ്കാർലറ്റ് ഫീവർ നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് വിഭാഗത്തിൽ വരുന്ന ആളുകളാണ് സ്കാർലറ്റ് ഫീവറിന് കാരണം. സിഫിലിസ് നമ്മുടെ ട്രിപ്പോനിമ പല്ലിയിടം എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞ സിഫിലിസിന് കാരണം. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിൽ ഈ രണ്ട് അസുഖങ്ങൾ വരുമ്പോഴും സാധാരണ നമ്മുടെ ഹൃദയത്തിന്റെ വാൽവുകളെയാണ് ബാധിക്കാറുള്ളത്. ഹൃദയത്തിന്റെ വാൽവുകളുമായി എപ്പോഴും കോൺടാക്ട് ഉള്ള ലെയർ എന്ന് പറയുന്നത് എൻഡോകാർഡിയം, ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ഹാർട്ട്. അവിടെയാണ് സാധാരണ ഡാമേജ് സംഭവിക്കുന്നത്. ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എൻഡോകാർഡിയം ആണ് ഉത്തരം. അടുത്തത്, വാട്ട് പെർസെന്റേജ് ഓഫ് ഏട്രിയൽ ബ്ലഡ് ഫ്ലോസ് ഇൻ ടു ദ വെൻട്രിക്കിൾസ് ബിഫോർ ദി ഏട്രിയ കോൺട്രാക്ട്? നമ്മുടെ ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് എത്ര ശതമാനം രക്തമാണ് വെൻട്രിക്കിളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ക്വസ്റ്റ്യൻ അല്പം മിസ്ലീഡിംഗ് ആണ്. ഇത് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടിയിരുന്നത് വെൻട്രിക്കിൾസിന്റെ എത്ര ശതമാനമാണ് ഫില്ല് ചെയ്യുന്നത്. ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ഏട്രിയയിൽ നിന്ന് രക്തം വെൻട്രിക്കിളിലേക്ക് ഒഴുകുന്നുണ്ട്. എത്ര ശതമാനം വെൻട്രിക്കിൾസ് ആണ് ഫില്ല് ചെയ്യേണ്ടത് എന്നായിരുന്നു ചോദ്യം. അത് ഈ ഒരു ചോദ്യത്തിന് വാസ്തവത്തിൽ ഡയറക്റ്റ് ഒരു പ്രസക്തി ഇല്ല, പക്ഷെ ഇങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എഴുതണം 70%. ഏട്രിയ കോൺട്രാക്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ 70% വെൻട്രിക്കിളും ഫില്ലായി കഴിഞ്ഞു. ബാക്കിയുള്ള ശതമാനമാണ് ഏട്രിയ ചുരുങ്ങുമ്പോൾ രക്തം അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷെ ഇവിടുത്തെ ചോദ്യം കുറച്ചൊന്ന് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്
70% ആണ്. 70 to 80 ആണ് സാധാരണ റേഞ്ച് പറയുന്നത്. ഉത്തരത്തിൽ 80 ഇല്ലാത്തത് കൊണ്ട് 70 പറയുന്നു എന്നേ ഉള്ളൂ. The cardiovascular center is located within dash. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പഠിച്ചൊരു ചോദ്യമാണ്. മെഡുല ഒബ്ലോങ്കേറ്റ. കാർഡിയോവാസ്കുലാർ സെന്റർ നമ്മുടെ ബ്രെയിനിൽ ഏത് ഭാഗത്താണ്? മെഡുല ഒബ്ലോങ്കേറ്റ. അടുത്തത് the time taken for an impulse to travel from SA node to the AV node is evidenced in. ഇത് അത്യാവശ്യം എല്ലാവരും എഴുതിയിട്ടുണ്ട്. SA നോഡിൽ നിന്നും AV നോഡിലേക്ക് സിഗ്നലുകൾ എത്തുന്ന ആ ഒരു ഇന്റർവെല്, അത് നമ്മൾ എന്താണ് വിളിക്കുന്നത് സുഹൃത്തുക്കളെ? ആ ഇന്റർവെൽ എന്ന് പറയുന്നതാണ് നമ്മുടെ P-to-Q ഇന്റർവെൽ. കാരണം എന്നിട്ടാണ് നമ്മുടെ വെൻട്രിക്കിൾസ് തുടങ്ങുന്നത് ഇവിടെ QRS തൊട്ട് ഉള്ള ആളാണ്. അപ്പൊ അതിന് മുമ്പാണല്ലോ AVയിലേക്ക് എത്തുന്നത്. അപ്പൊ അത് P-to-Q എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് P-to-Q ഇന്റർവെൽ. Which factor assists venous return to the heart? കുറച്ചു പേര് തെറ്റിച്ച ചോദ്യമാണ്. വീനസ് റിട്ടേൺ, ഹൃദയത്തിലേക്ക് നമ്മുടെ വെയിൻസിൽ നിന്നുള്ള രക്തത്തിന്റെ തിരിച്ചുപോക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് സുഹൃത്തുക്കളെ? ഒന്ന് വാൽവ്സ്. തീർച്ചയായിട്ടും വാൽവ്സ് ഉണ്ടെങ്കിലേ കൃത്യമായിട്ട് അത് അവിടെ എത്തൂ, ഇല്ലെങ്കിൽ ബാക്ക് ഫ്ലോ ചെയ്യും. ഇൻസ്പിറേഷൻ, നിങ്ങളുടെ ശ്വാസം അകത്തേക്ക് എടുക്കുന്നത്, തീർച്ചയായിട്ടും അതിന്റെയൊക്കെ ഒരു എഫക്ട് നമ്മുടെ വെയിൻസിലെ ബ്ലഡ് ഫ്ലോയ്ക്ക് ഉണ്ട്. സ്കെലറ്റൽ മസിൽ, നിങ്ങളുടെ ശരീരം അനങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ വെയിൻസിൽ രക്തയോട്ടം നടക്കുന്നുള്ളൂ. അല്ലാതെ ഏത് സമയം നിങ്ങൾ നിൽക്കുകയാണ് എങ്കിൽ ആ വാൽവ്സ് നശിച്ചു പോവുകയും രക്തം വെയിൻസിൽ തന്നെ തളം കെട്ടി കിടക്കുകയും വെരിക്കോസ് വെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ് വരേണ്ടത്? ഓൾ ഓഫ് ദീസ്. വിച്ച് ഫാക്ടർ അസിസ്റ്റ് വീനസ് റിട്ടേൺ ടു ദ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് ദീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് വിച്ച് സീക്വൻസ് ഡിസ്ക്രൈബ്സ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ? അത്ഭുതകരം എന്ന് പറയട്ടെ, ഒന്ന് രണ്ട് പേര് തെറ്റിച്ചിട്ടുണ്ട്. വിച്ച് സീക്വൻസ് ഡിസ്ക്രൈബ്സ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ? സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രം ദി ഹാർട്ട് ടു ദി ഓർഗൻസ് ആൻഡ് റിട്ടേൺ എന്ന്. അപ്പൊ ഇവിടുത്തെ ഉത്തരം നോക്കൂ. ലെഫ്റ്റ് വെൻട്രിക്കിൾ. സിസ്റ്റമിക് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം തുടക്കം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. അത് അയോർട്ടയിലേക്കാണ് പോകേണ്ടത്, അത് ആർട്ടറീസിലേക്കാണ് പോകേണ്ടത്. പക്ഷെ നിങ്ങൾ ആ ഒരു കാര്യം ആലോചിക്കുക. ആദ്യത്തെ രണ്ട് ഓപ്ഷൻ നോക്കൂ. ആർട്ടറീസ് കഴിഞ്ഞ് വെയിൻസ് ആണോ കാപ്പിലറീസ് ആണോ സാധാരണ വരുന്നത്? ഒരു സംശയവുമില്ല, കാപ്പിലറീസ് ആണ്. അതിനുശേഷം മാത്രമേ വെയിൻസ് വരൂ. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഇവിടുത്തെ ഉത്തരം. ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു അയോർട്ട ടു ആർട്ടറീസ് ടു കാപ്പിലറീസ് ടു വെയിൻസ് എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷന്റെ ആ പാത്വേ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, അടുത്ത ചോദ്യം. From which part of the body has the blood come if it is entering the heart of a human from the inferior vena cava? Inferior vena cava എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരുന്ന രക്തം ശരീരത്തിന്റെ ഏത് ഏരിയയിൽ നിന്നായിരിക്കണം വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇൻഫീരിയർ വീന കാവ ഈ താഴെ പറയുന്ന ഏത് ഏരിയയിൽ നിന്നാണ് രക്തത്തെ കൊണ്ടുവരുന്നത്? അബ്ഡമൻ ആണോ, ലങ്സ് ആണോ, ഹെഡ് ആണോ, ആംസ് ആണോ? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അബ്ഡമൻ ആണ്. ലങ്സ്, ഹെഡ്, ആംസ് തുടങ്ങിയ അവിടെ നിന്നുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് നമ്മുടെ ആരാണ്? അത് നമ്മുടെ സുപ്പീരിയർ വീനക്കാവയാണ്. അബ്ഡമനിൽ നിന്നാണ് ഇൻഫീരിയർ വീനക്കാവ കൊണ്ടുവരുന്നത്. ഉത്തരം ദി അബ്ഡമൻ. വാൽവ്സ് ആർ ടിപ്പിക്കലി ഫൗണ്ട് ഇൻ വിച്ച് ബ്ലഡ് വെസൽസ്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതിന്റെ ഉത്തരം വെയിൻസ് ആണ്. ഒരുപാട് പേര് ആർട്ടറീസ് എന്ന് എഴുതിയിട്ടുണ്ട്, തെറ്റാണ്. ആർട്ടറീസിൽ there are no valves. In the case of veins there are valves. Which of the following options occur during ventricular systole in a mammalian heart? വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടക്കുന്ന സമയത്ത്, വെൻട്രിക്കിൾ ചുരുങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. വെൻട്രിക്കുലാർ പ്രഷർ ഇൻക്രീസസ്, അല്ലെ? നമ്മളെ ഒരാൾ പിടിച്ച് ഞെരിക്കുകയാണ് എങ്കിൽ ആ പ്രദേശത്തെ പ്രഷർ കൂടും. വെൻട്രിക്കിൾ ചുരുങ്ങുമ്പോൾ വെൻട്രിക്കിളിനകത്തെ പ്രഷർ കൂടും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഉത്തരം ഓപ്ഷൻ 3 ആണ്. അടുത്തത്, ഇൻ കേപ്പ് ടൗൺ the first successful heart transplantation was done by? കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലമാണ്. ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത് ആര് എന്നുള്ളത് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കൃത്യമായിട്ട് എഴുതി. ഉത്തരം ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. ലോകത്ത് ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആൾ, ഫാദർ ഓഫ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ക്രിസ്ത്യൻ ബെർണാഡ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആൾ പി വേണുഗോപാൽ, രണ്ടാമത്തെ ഓപ്ഷൻ. കേരളത്തിൽ ആദ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആൾ ജോസ് ചാക്കോ പെരിയപുറം. ഇതെല്ലാം ഡോക്ടർമാരുടെ പേരാണ്, പേഷ്യൻസിന്റെ പേരല്ല, ഓർത്ത് വെച്ചോളുക. അപ്പൊ കേപ്പ് ടൗണിൽ എന്ന് ഉദ്ദേശിക്കുന്നത് സൗത്ത് ആഫ്രിക്ക. ലോകത്തിൽ ആദ്യമായിട്ട് നടത്തിയത് ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. അടുത്ത ചോദ്യം, ന്യൂറോജനിക് ഹാർട്ട് ഈസ് സീൻ ഇൻ? നമുക്കറിയാം, നമ്മള് വ്യക്തമായിട്ട് പഠിച്ചതാണ് ന്യൂറോജനിക് ഹാർട്ടും മയോജനിക് ഹാർട്ടും തമ്മിലുള്ള വ്യത്യാസം. ന്യൂറോൺസിൽ നിന്നാണ് ഹാർട്ട് ബീറ്റിന്റെ ഉത്ഭവമെങ്കിൽ ന്യൂറോജനിക് ഹാർട്ട്, അതല്ല നമ്മുടെ ഹാർട്ടിനകത്ത് തന്നെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാർഡിയാക് ഏരിയയിൽ നിന്നാണ് ഹാർട്ട് ബീറ്റിന്റെ ഉത്ഭവമെങ്കിൽ മയോജനിക് ഹാർട്ട്. ഹ്യൂമൻസിന് മയോജനിക് ആണ്, റാറ്റ്സ് മയോജനിക് ആണ്, ഹയർ വെർട്ടിബ്രേറ്റ്സ് മയോജനിക് ആണ്, ആനലിഡ്സിന് മാത്രമാണ് ന്യൂറോജനിക് ഹാർട്ട്. ആനലിഡ്സിന് മാത്രം ന്യൂറോജനിക് ഹാർട്ട്. അടുത്തത്, സ്ട്രോങ് പൾസ് ക്യാൻ ബി ഫെൽറ്റ് ഇൻ ഡാഷ്?
ഇത് അത്യാവശ്യം ഒരു 90% ആളുകളും കൃത്യമായിട്ട് എഴുതി. ചില ആളുകൾക്ക് സംശയം. നമ്മുടെ പൾസ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എവിടെയാണ്? കരോട്ടിഡ് ആർട്ടറി, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള ആർട്ടറിയാണ്. ഫെമോറൽ ആർട്ടറി, നമ്മുടെ തുട അല്ലെങ്കിൽ നമ്മുടെ തൈ റീജിയൻ, നമ്മുടെ ഗ്രോയിൻ ഭാഗത്തേക്ക് കാണുന്ന തൈ റീജിയനിലുള്ള ആർട്ടറിയാണ്. റേഡിയൽ ആർട്ടറി, നമ്മുടെ റിസ്റ്റിലുള്ള ആർട്ടറി. നമ്മൾ എപ്പോഴും റേഡിയൽ ആർട്ടറി ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ 3 സ്ഥലത്തും നമുക്ക് പൾസിനെ ഫീൽ ചെയ്യാൻ പറ്റും. ഓൾ ഓഫ് ദി അബവ്. സ്ട്രോങ് പൾസ് ക്യാൻ ബി ഫെൽറ്റ് ഇൻ ഓൾ ദി 3 ഓപ്ഷൻസ്. അപ്പൊ ഓൾ ഓഫ് ദി അബവ് ആണ് ഇവിടുത്തെ ഉത്തരം. വിച്ച് കണ്ടീഷൻ ഇസ് കോൾഡ് സൈലന്റ് കില്ലർ? എല്ലാവരും എഴുതി, ഒരാൾക്ക് മാത്രം തെറ്റിപ്പോയി. ഇവിടുത്തെ സൈലന്റ് കില്ലർ, നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്, അമിത രക്തസമ്മർദ്ദം. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ ലോ ബി പി ആണ്, അതല്ല. ഹൈ ബി പി ആണ് സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. ടാക്കികാർഡിയ, അതായത് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം ഇൻക്രീസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ ടാക്കികാർഡിയ, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് വളരെയധികം ഡിക്രീസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ ബ്രാഡികാർഡിയ. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷോ സിംഗിൾ സർക്കുലേഷൻ? ഹ്യൂമൻസിന് ഡബിൾ സർക്കുലേഷൻ ആണെന്ന് അറിയാം. ആംഫീബിയൻസിന് ഡബിൾ സർക്കുലേഷൻ ആണ്, ചിലപ്പോൾ ട്രിപ്പിൾ സർക്കുലേഷൻ ആണെന്ന് വേണമെങ്കിലും പറയാം. ബേർഡ്സിന് ഡബിൾ സർക്കുലേഷൻ ആണ്. ആകപ്പാടെ സിംഗിൾ സർക്കുലേഷൻ കാണിക്കുന്നത് ഫിഷ് മാത്രമാണ്. അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇതും ഒരുപാട് പേര് തെറ്റിച്ച ഉത്തരമാണ്, ഒരാൾ മാത്രമേ ശരിയാക്കി എഴുതിയിട്ടുള്ളൂ. ഡെക്സ്ട്രോകാർഡിയ ഇസ് എ കണ്ടീഷൻ വേർ ഹാർട്ട് മസിൽസ് കോൺട്രാക്ട് ഇൻ എ അൺകോർഡിനേറ്റഡ് മാനർ, ഹാർട്ട് വാൽവ്സ് ഫംഗ്ഷൻ improperly, heart is seen on the right side of the chest, right ventricular contraction is abnormal. ഡെക്സ്ട്രോകാർഡിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഹാർട്ട് ഈസ് സീൻ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ്, അല്ലെങ്കിൽ ഹാർട്ടിന്റെ എപെക്സ് എന്ന് പറയുന്നത് വലതുവശത്തേക്ക് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് എങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്നത് ഡെക്സ്ട്രോകാർഡിയ. ഇറ്റ് ഇസ് എ കൺജനൈറ്റൽ കണ്ടീഷൻ. ജനിക്കുമ്പോൾ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. ലൈഫ് ത്രെട്ടനിങ് ഒന്നും അല്ല, പക്ഷേ സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം. ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇരിക്കേണ്ടത്, പക്ഷേ റൈറ്റ് സൈഡിലേക്ക് അതിന്റെ എപെക്സ് തിരിഞ്ഞിരിക്കുകയാണ് എങ്കിൽ ആ കണ്ടീഷനെ വി കോൾ ഇറ്റ് ആസ് ഡെക്സ്ട്രോകാർഡിയ. അടുത്ത ചോദ്യം, പൾമോക്യൂട്ടേനിയസ് സർക്കുലേഷൻ ഈസ് സീൻ ഇൻ? നമുക്കറിയാം, സ്കിന്നിലേക്ക് ബ്ലഡ് സർക്കുലേഷനെ തിരിച്ചുവിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് സാധ്യമാക്കുന്ന സർക്കുലേഷൻ ആണ് പൾമോക്യൂട്ടേനിയസ്. ബേർഡ്സിൽ അതില്ല, റെപ്റ്റൈൽസിൽ അതില്ല, മാമൽസിൽ അതില്ല, ആകെ കൂടെ ആംഫീബിയൻസിൽ മാത്രമേ ഉള്ളൂ. ഈ തവള എന്നൊക്കെ പറയുന്ന ആൾ എപ്പോഴും വളരെയധികം സ്ലൈമിയായി മോയിസ്റ്റ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം പൾമോക്യൂട്ടേനിയസ് സർക്കുലേഷൻ ആണ്. സ്കിന്ന് മോയിസ്റ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ ഈ ഗേഷ്യസ് എക്സ്ചേഞ്ച് സംഭവിക്കൂ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആംഫീബിയൻസ് ആണ്, ഓർത്തു വെച്ചോളുക. അങ്ങനെയുള്ള അടുത്ത ചോദ്യം, ദ റിമൂവൽ ഓഫ് ബ്ലോക്കേജ് ഓഫ് ആൻ ആർട്ടറി ബൈ ബലൂൺ സർജറി. ബലൂൺ സർജറി എന്നറിയപ്പെടുന്ന ആ പ്രൊസീജിയറിനെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്നാണ് വിളിക്കുന്നത്. ചില ആളുകൾ ആൻജിയോഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്, ചില ആളുകൾ ബൈപ്പാസ് സർജറി എന്ന് എഴുതിയിട്ടുണ്ട്. ബ്ലോക്കിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് ആൻജിയോഗ്രാം. അതിനെ ബലൂൺ സർജറി എന്നറിയപ്പെടുന്ന ഒരു റിമൂവൽ പ്രോസസ് വഴി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആൻജിയോപ്ലാസ്റ്റി ആണ്. ഈ ബ്ലോക്കിനെ റിമൂവ് ചെയ്യാതെ തന്നെ അഡീഷണൽ ഒരു പാത്ത് വേ സൃഷ്ടിച്ചു കൊടുക്കുന്ന സർജറിയാണ് ബൈപ്പാസ് സർജറി. ബൈപ്പാസ് സർജറി തന്നെ നമുക്ക് ഹൃദയത്തെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാം, അതല്ല ഹൃദയത്തെ സ്റ്റോപ്പ് ചെയ്യാതെ ബീറ്റിംഗ് ഹാർട്ട് ആയിട്ടും ചെയ്യാം. അതാണ് ബീറ്റിംഗ് ഹാർട്ട് സർജറി. ഇവിടുത്തെ ഉത്തരം ബലൂൺ സർജറി എന്നറിയപ്പെടുന്നത് ആൻജിയോപ്ലാസ്റ്റി ആണ്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം എന്തായിരുന്നു? പൾസ് പ്രഷർ. എല്ലാവരും തെറ്റിച്ചു. എനിക്കൊന്ന് ഒരാൾ മാത്രമേ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റോളിക് പ്രഷറിന്റെയും ഡയസ്റ്റോളിക് പ്രഷറിന്റെയും ഡിഫറൻസ് ആണ്. സം ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രോഡക്റ്റ് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, നൺ ഓഫ് ദി അബോവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ നിങ്ങൾക്ക് അറിയാമല്ലോ. സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 120, ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 80. അപ്പൊ പൾസ് പ്രഷർ എന്തായിരിക്കും? 120 മൈനസ് 80 എന്നറിയപ്പെടുന്ന 40 mm ഓഫ് Hg ആണ്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ പൾസ് പ്രഷർ. അപ്പൊ പൾസ് പ്രഷർ എന്താണ് എന്ന് ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റിന്റെ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 50ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് അടുത്ത ടെസ്റ്റുകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.